നമസ്കാരം. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തവരുടെ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടപടികൾ അവസാനിപ്പിക്കുമെന്ന സൂചന നൽകി കേരളം. ഇത്തരം കേസുകളിൽ വിചാരണ കോടതിയിൽ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറണമെന്ന് ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റി മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരായ ഹർജികളിൽ വിശദമായ വാദം ഡിസംബർ 19 കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലും അന്ന് തീരുമാനമെടുക്കാമെന്ന ജസ്റ്റിസുമാരായ വിക്രംനാഥ്, PB വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ ഇരകൾക്ക് താൽപര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാനാകില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തവരുടെ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നടപടികൾ അവസാനിപ്പിക്കുമെന്ന സൂചനയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാർ നൽകിയത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യത്തിൽ നടപടിയെടുക്കുക എന്നതും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാറിന് പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കറും ഹാജരായി. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി മൊഴി നൽകിയത് അക്കാദമിക താൽപര്യം കാരണമാണെന്നും കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നും മാല പാർവതിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദാവെ സുപ്രീം കോടതിയെ അറിയിച്ചു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം മൊഴി നൽകാൻ തന്റെ കക്ഷികളെ നിർബന്ധിക്കുന്നതായും ദാവെ അറിയിച്ചു. തുടർന്ന് താൽപര്യമില്ലാത്തവരുടെ മൊഴിയെടുക്കാൻ നിർബന്ധിക്കേണ്ടതില്ലെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു. കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ വാദം കേട്ടതിനു ശേഷം തീരുമാനമെടുക്കുമെന്നാണ് ജസ്റ്റിസ് വിക്രംനാഥ് അറിയിച്ചത്. മാല പാർവതിക്ക് പുറമെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയും സമാന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും WCC കോടതിയിൽ ആവശ്യപ്പെട്ടു. WCCക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ, ഹരിപ്രിയ പത്മനാഭൻ എന്നിവരാണ് ഹാജരായത്. ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരായ സിദ്ധാർത്ഥ് ദാവെ, K പരമേശ്വരൻ, അഭിഭാഷകരായ A കാർത്തിക്, ആബിദ് അലി ബീരാൻ, സൈബി ജോസ് കിടങ്ങൂർ എന്നിവർ ഹാജരായി. സംസ്ഥാന വനിതാ കമ്മീഷന് വേണ്ടി അഭിഭാഷക പാർവതി മേനോനാണ് ഹാജരായത്. ജസ്റ്റിസ് K ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 32 FIR രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 14 കേസുകളിൽ 6 FIR കൂടി രജിസ്റ്റർ ചെയ്തതോടെയാണിത്. 4 കേസുകളിൽ FIR ഇടാൻ DGPയുടെ പ്രത്യേക അനുമതി തേടി. വസ്തുതയില്ലാത്തതിനാൽ 4 കേസ് തള്ളി. 32 FIRൽ 11 എണ്ണവും ഒരു അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് വിശദീകരിച്ചു. ജസ്റ്റിസ് CS സുധയും അടങ്ങുന്ന പ്രത്യേക ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. അന്വേഷണ പുരോഗതി അറിയിക്കാൻ AIG G പൂങ്കുഴയിലും കോടതിയിലെത്തി. മൊഴി നൽകിയതിന് സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്ന് കാണിച്ച് ചമയ കലാകാരികൾക്ക് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസ് കോടതിയിൽ ഹാജരാക്കി. കാര്യത്തിൽ കോടതി എതിർകക്ഷികളുടെ വിശദീകരണം തേടി. പരാതി ഉന്നയിച്ചവർ വിഷയം പ്രത്യേക അന്വേഷണ സംഘത്തിലെ നോഡൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഷയം 19 വീണ്ടും പരിഗണിക്കും.